പലതരം കൃഷി രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജീൻസ് ഉപയോഗിച്ച് കൃഷി രീതി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അങ്ങനൊരു വെറൈറ്റി കൃഷി രീതിയുണ്ട്. അത് വികസിപ്പിച്ചെടുത്ത ആൾ ഒരു വലിയ ആളാണ്, 8ാം ക്ലാസ്സുകാരനാണ്. കർഷകനുള്ള മികച്ച കർഷകനുള്ള പുരസ്കാരം നേടിയ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇതിന് പിന്നിൽ അഭിനവ് എന്നാണ് പേര്. അതെ, കൊച്ചി നോർത്ത് പറവൂരിലാണ് ഈ മിടുക്കന്റെ വീട്. അപ്പൊ എങ്ങനെയാണ് ഈ കൃഷി രീതി എന്നൊക്കെ നമുക്കൊന്ന് കണ്ട് വരാം. കോവിഡ് കാലത്ത് വീട്ടുമുറ്റത്ത് വാഴയുടെയും മരച്ചീനിയുടെയും ഒരു തൈ വെച്ച് തുടങ്ങിയതാണ് അഭിനവ്. അന്നു മുതൽ അഭിനവിന് കൃഷി ഒരു അഭിരുചിയായി മാറി. ഞാറ്റുവേലയ്ക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ച പച്ചക്കറി തൈകൾ വീട്ടുമുറ്റത്ത് നട്ടു. നിർഭാഗ്യവശാൽ അമ്മയുടെ വളർത്തുകോഴികൾ മുഴുവനും നശിപ്പിച്ചു. അന്നു മുതൽ തന്റെ കൃഷിക്കായി ഒരു പോംവഴി അവൻ കണ്ടെത്തി. അതായിരുന്നു പഴയ ജീൻസ് ഉപയോഗിച്ച് കൃഷി ചെയ്യാനുള്ള ആശയം. പഞ്ചായത്തിൽ നിന്ന് തൈകൾ തന്നു. നിലത്ത് നട്ടപ്പോൾ അത് പറ്റണില്ല. അമ്മ കുറേ കോഴികളൊക്കെ വളർത്തണമായിരുന്നു. ഐറ്റിങ്ങൾ വന്ന് കുത്തി തിന്നു. ഞങ്ങളുടെ ഈ ബാക്കിയും ഈ സ്ഥലവും മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളക്കെട്ടാണ്. അത് കാരണം പിന്നെ നേരത്തെ നട്ട് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും ചെടി. അതിൻ്റെ കുറച്ച് പൊക്കത്തിൽ നടാനായിട്ട്. എറണാകുളം വടക്കൻ പറവൂർ സ്വദേശി അഭിനവ് FMCT ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കരുമാലൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ അഭിനവിന്റെ വലിയ ആഗ്രഹമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീട്ടിലെത്തണമെന്നും അഭിനന്ദിക്കണമെന്നും. ഒടുവിൽ അത് നടന്നു. സൈക്കിളും സമ്മാനങ്ങളുമായി സതീശൻ നേരിട്ട് അഭിനവിനെ കാണാനെത്തി. ആഗസ്റ്റ് 15 ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് എന്തൊന്നാ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു സൈക്കിള് വാങ്ങണം, പിന്നെ അത് വന്ന് കാണണമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ വെച്ച് തന്നെ എനിക്ക് കുറേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്ന്, ഒരു ബാഗ്, ഒരു പോലത്തേക്ക് പഠിക്കാനുള്ള ബുക്ക്, സാധനങ്ങൾ എല്ലാം തന്ന്. മകന്റെ കൃഷി അത്ര ഗൗരവത്തോടെ എടുത്തിരുന്നില്ലെന്നും നേട്ടത്തിൽ ഒരുപാട് സന്തോഷമെന്നും അമ്മ രേണുകയും അച്ഛൻ സുനിലും. ഇപ്പം ഞാനും മൂത്ത മോനും കൂടി ഇത് കളിയാക്കി. പക്ഷെ അതൊന്നും ഇപ്പം വകവച്ചില്ല. വകവയ്ക്കാണ്ട് ഇങ്ങനെ ഇന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റത്ത് ഇറങ്ങിയപ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായി. അഭിനവിനെ തേടി ഒട്ടേറെ അവാർഡുകളും സമ്മാനങ്ങളും എത്തുന്നുണ്ട്. ഒരാഗ്രഹം കൂടിയുണ്ട് ഈ കുട്ടി കർഷകന്. കൃഷിമന്ത്രി P. പ്രസാദ് വീട്ടിലെത്തി അഭിനന്ദിക്കണം, മന്ത്രിയുമായി കുറച്ച് സംസാരിക്കണം. ഒരുപാട് സ്വപ്നങ്ങൾ മുന്നിലുണ്ടെങ്കിലും സാമ്പത്തിക പരിമിതി അഭിനവിനെയും കുടുംബത്തെയും പലരിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു. കൊച്ചിയിൽ നിന്നും സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം YS അഭിനന്ദ്, 24. അപ്പൊ കുട്ടി അഭിനവ് അടിപൊളിയാണ് അല്ലേ? നമ്മുടെ രാജ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ കൃഷിക്കാരാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയാറുണ്ട്. അപ്പം അത്തരത്തിൽ നല്ല രീതിയിൽ ഈ കൃഷിയൊക്കെ ചെയ്ത് ഇനിയും നമ്മുടെ രാജ്യത്തിനൊക്കെ മുതൽക്കൂട്ടാവട്ടെ. ഇതുപോലത്തെ നല്ല നല്ല കൃഷി രീതികളൊക്കെ പരീക്ഷിക്കട്ടെ.